ഓം ശാന്തി. 18-12-24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, സർവശക്തിവാനായ ബാബയുമായി ബുദ്ധിയോഗം യോജിപ്പിക്കുന്നതിലൂടെ ശക്തി ലഭിക്കും. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവാകുന്ന ബാറ്ററി ചാർജ് ആകുന്നത്. ആത്മാവ് പവിത്രവും സതോപ്രധാനവും ആയി മാറുന്നു. ചോദ്യം: സംഗമയുഗത്തിൽ കുട്ടികളായ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയായിട്ടാണ് ദേവതാ പദവി ലഭിക്കുന്നത്? ഉത്തരം: സംഗമത്തിൽ നമ്മൾ ശീതളം ആകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുന്നു. ശീതളം എന്നാൽ അർത്ഥം പവിത്രം ആകുന്നതിലൂടെ നമ്മൾ ദേവതയായി മാറുന്നു. ശീതളം ആകാത്തത് വരെയും ദേവതയും ആകുവാൻ സാധിക്കില്ല. സംഗമത്തിൽ ശീതള ദേവിമാരായി എല്ലാവരിലും ജ്ഞാനത്തിൻ്റെ തണുത്ത തുള്ളികൾ തളിച്ച് എല്ലാവരെയും ശീതളമാക്കണം. എല്ലാവരുടെയും താപം ശമിപ്പിക്കണം. സ്വയവും ശീതളം ആകണം. എല്ലാവരെയും ആക്കുകയും വേണം. ഓം ശാന്തി. കുട്ടികൾ ആദ്യം ഒരേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഏവരും സഹോദരന്മാരാണ്. ശിവ് ബാബ എല്ലാവരുടെയും പിതാവാണ്. ആ ഒന്നിനെ സർവശക്തിവാൻ എന്ന് പറയുന്നു. നിങ്ങളിൽ സർവശക്തികളും ഉണ്ടായിരുന്നു. നിങ്ങൾ മുഴുവൻ വിശ്വത്തിൻ്റെ മേൽ രാജ്യം ഭരിച്ചിരുന്നു. ഭാരതത്തിൽ ഈ ദേവീദേവന്മാരുടെ രാജ്യം ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെയാണ് പവിത്ര ദേവീദേവന്മാർ ആയിരുന്നത്. നിങ്ങളുടെ കുലത്തിൽ അഥവാ ഡിനസ്റ്റിയിൽ എല്ലാവരും നിർവികാരിയായിരുന്നു. ആരാണ് നിർവികാരിയായിരുന്നത്? ആത്മാക്കൾ. ഇപ്പോൾ വീണ്ടും നിങ്ങൾ നിർവികാരി ആയിക്കൊണ്ടിരിക്കുന്നു. സർവശക്തിവാനായ ബാബയുടെ ഓർമ്മയിലൂടെ ശക്തി എടുത്തുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ആത്മാവ് തന്നെയാണ് 84ൻ്റെ പാർട്ട് അഭിനയിക്കുന്നത്. ആത്മാവിൽ തന്നെയാണ് സതോപ്രധാനതയുടെ ശക്തി ഉണ്ടായിരുന്നത്. അത് പിന്നെ ദിനം പ്രതിദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സതോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം ആവുക തന്നെ വേണം. ഏതുപോലെ ബാറ്ററിയുടെ ശക്തി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മോട്ടോർ നിന്നു പോകുന്നു, ബാറ്ററി ഡിസ്ചാർജ് ആകുന്നു. ആത്മാവിൻ്റെ ബാറ്ററി ഫുൾ ഡിസ്ചാർജ് ആകുന്നില്ല, കുറച്ചൊക്കെ ശക്തി അവശേഷിക്കുന്നു. ആരെങ്കിലും മരിക്കുമ്പോൾ ദീപം തെളിയിക്കുന്നു, അതിൽ നെയ്യ് ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു, ദീപം അണഞ്ഞു പോകാതിരിക്കാൻ. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവിൽ മുഴുവൻ ശക്തിയും ഉണ്ടായിരുന്നു, ഇപ്പോഴില്ല. ഇപ്പോൾ വീണ്ടും നിങ്ങൾ സർവശക്തിവാനായ ബാബയുമായി തൻ്റെ ബുദ്ധിയോഗം യോജിപ്പിക്കുന്നു. തന്നിൽ ശക്തി നിറയ്ക്കുന്നു. കാരണം ശക്തി കുറഞ്ഞു പോയിരിക്കുകയാണ്. ശക്തി പൂർണ്ണമായും ഇല്ലാതായെങ്കിൽ ശരീരം തന്നെ അവശേഷിക്കാതിരുന്നേനെ. ആത്മാവ് ബാബയെ ഓർമ്മിച്ച് പൂർണ്ണമായും പ്യോർ ആകുന്നു. സത്യുഗത്തിൽ നിങ്ങളുടെ ബാറ്ററി ഫുൾ ചാർജ് ആയിരിക്കുന്നു. പിന്നെ പതുക്കെ കല, അതായത് ബാറ്ററി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കലിയുഗ അന്ത്യം വരെയും ആത്മാവിൻ്റെ ശക്തി പൂർണ്ണമായും അല്പമാണ് അവശേഷിക്കുന്നത്. ശക്തിയുടെ പാപ്പരത്വം വരുന്നത് പോലെയാണ്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ ആത്മാവ് വീണ്ടും നിറഞ്ഞതാകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഒന്നിനെ തന്നെ ഓർമ്മിക്കണം. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. ബാക്കിയെല്ലാം രചനയാണ്. രചനയിൽ നിന്നും പരിധിയുള്ള സമ്പത്ത് ലഭിക്കുന്നു. ക്രിയേറ്റർ ഒരേ ഒരു പരിധിയില്ലാത്ത ബാബയാണ്. ബാക്കിയെല്ലാം പരിധിയുള്ളതാണ്. പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പരിധിയില്ലാത്ത സമ്പത്ത് ലഭിക്കുന്നു.
അപ്പോൾ കുട്ടികൾ ഹൃദയത്തിനുള്ളിൽ മനസ്സിലാക്കണം, ബാബ നമുക്ക് വേണ്ടി സ്വർഗമാകുന്ന പുതിയ ലോകം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഡ്രാമ പ്ലാൻ അനുസരിച്ച് സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ കുട്ടികളായ നിങ്ങൾ തന്നെ വന്ന് രാജ്യം ഭരിക്കുന്നു. ഞാനാണെങ്കിൽ എവർ പവിത്രമാണ്. ഞാൻ ഒരിക്കലും ഗർഭത്തിലൂടെ ജന്മമെടുക്കുന്നില്ല. ദേവി ദേവന്മാരെ പോലെ ജന്മമെടുക്കുന്നില്ല. കേവലം കുട്ടികളായ നിങ്ങൾക്ക് സ്വർഗത്തിൻ്റെ ചക്രവർത്തി പദം നൽകുന്നതിനു വേണ്ടി എപ്പോഴാണോ ഈ ബാബ 60 വർഷത്തിൻ്റെ വാനപ്രസ്ഥ അവസ്ഥയിൽ ആകുന്നത്, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. ഇദ്ദേഹം തന്നെ പിന്നെ നമ്പർ 1 തമോ പ്രധാനത്തിൽ നിന്നും നമ്പർ 1 സതോ പ്രധാനമാകുന്നു. ഉയർന്നതിലും ഉയർന്നതാണ് ഭഗവാൻ. പിന്നെയാണ് സൂക്ഷ്മവതനവാസിയായ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ. ഈ ബ്രഹ്മ, വിഷ്ണു, ശങ്കർ എവിടെ നിന്നും വന്നു? ഇത് കേവലം സാക്ഷാത്കാരം ഉണ്ടാകുന്നതാണ്. സൂക്ഷ്മവതനം ഇടയിലുള്ളതാണല്ലോ. അവിടെ സ്ഥൂല ശരീരമേ ഇല്ല. സൂക്ഷ്മ ശരീരം കേവലം ദിവ്യദൃഷ്ടിയിലൂടെയാണ് കാണുവാനാകുന്നത്. ബ്രഹ്മാവാണെങ്കിൽ വെള്ള വസ്ത്രധാരിയാണ്. ആ വിഷ്ണു വജ്ര വൈഡൂര്യങ്ങളാൽ അലങ്കൃതമാണ്. പിന്നെ ശങ്കറിൻ്റെ കഴുത്തിൽ നാഗത്തെയും മറ്റും കാണിക്കുന്നു. ഇങ്ങനെ ശങ്കറോ മറ്റോ ഉണ്ടായിരിക്കുക സാധ്യമല്ല. അമർനാഥിൽ ശങ്കർ പാർവതിയെ അമരകഥ കേൾപ്പിച്ചതായി കാണിക്കുന്നു. ഇപ്പോൾ പിന്നെ സൂക്ഷ്മവതനത്തിലാണെങ്കിൽ മനുഷ്യ സൃഷ്ടിയേയില്ല. അപ്പോൾ കഥ അവിടെ എങ്ങനെ കേൾപ്പിക്കും? പിന്നെ സൂക്ഷ്മവതനത്തിൻ്റെ കേവലം സാക്ഷാത്കാരമുണ്ടാകുന്നു. ആരാണോ തീർത്തും പവിത്രമാകുന്നത് അവർക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നു. ഇവർ പിന്നെ സത്യുഗത്തിൽ പോയി സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. അപ്പോൾ ബുദ്ധിയിൽ വരണം, ഇവർ പിന്നെ ഈ രാജ്യഭാഗ്യം എങ്ങനെ നേടി? യുദ്ധവും മറ്റും ഉണ്ടാകുന്നൊന്നുമില്ല. ദേവതമാർ എങ്ങനെയാണ് ഹിംസ ചെയ്യുക? ഇപ്പോൾ നിങ്ങൾ ബാബയെ ഓർമ്മിച്ച് രാജ്യപദം നേടുന്നു. ആരെങ്കിലും അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും. ഗീതയിലുമുണ്ട്, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളെയും മറന്ന് എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയ്ക്കാണെങ്കിൽ മമത്വം ഉണ്ടാകാൻ തക്കവണ്ണം ദേഹമേ ഇല്ല. ബാബ പറയുന്നു, അല്പസമയത്തേക്ക് ഈ ശരീരത്തെ ലോൺ എടുക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ നോളജ് എങ്ങനെ നൽകുവാനാണ്? ഞാൻ ഈ വൃക്ഷത്തിൻ്റെ ചൈതന്യ ബീജരൂപമാണ്. ഈ വൃക്ഷത്തിൻ്റെ നോളജ് എൻ്റെ അടുത്ത് തന്നെയാണുള്ളത്. ഈ സൃഷ്ടിയുടെ ആയുസ് എത്രയാണ്? എങ്ങനെയാണ് ഉൽപ്പത്തിയും പാലനയും വിനാശവും ഉണ്ടാകുന്നത്? മനുഷ്യർക്ക് ഒന്നും അറിയില്ല. അവർ പഠിക്കുന്നത് പരിധിയുള്ള പഠനമാണ്. ബാബയാണെങ്കിൽ പരിധിയില്ലാത്ത പഠനം പഠിപ്പിച്ച് കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. ഭഗവാൻ എന്ന് ഒരിക്കലും ദേഹധാരിയായ മനുഷ്യനെ പറയുകയില്ല. ഇവർക്ക് അഥവാ ബ്രഹ്മ, വിഷ്ണു, ശങ്കരനും തങ്ങളുടെ സൂക്ഷ്മദേഹമുണ്ട്. അതിനാൽ ഇവരെയും ഭഗവാൻ എന്ന് പറയില്ല. ഈ ശരീരം ഈ ദാതായുടെ ആത്മാവിൻ്റെ സിംഹാസനമാണ്. അകാല സിംഹാസനമാണല്ലോ. ഇപ്പോൾ ഇത് അകാലമൂർത്തിയായ ബാബയുടെ സിംഹാസനമാണ്. അമൃത്സറിലും അകാല സിംഹാസനമുണ്ട്. വലിയ വലിയ ആൾക്കാർ അവിടെ അകാല സിംഹാസനത്തിൽ പോയി ഇരിക്കുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് എല്ലാ ആത്മാക്കളുടെയും അകാല സിംഹാസനമാണ്. ആത്മാവിൽ തന്നെയാണ് നല്ലതോ മോശമോ ആയ സംസ്കാരം ഉള്ളത്. അതിനാൽ ഇത് കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് പറയുന്നു. എല്ലാ ആത്മാക്കളുടെയും പിതാവ് ഒന്ന് തന്നെയാണ്. ബാബ ഏതെങ്കിലും ശാസ്ത്രമോ മറ്റോ പഠിച്ചിട്ടല്ല മനസ്സിലാക്കിക്കുന്നത്. ഈ കാര്യങ്ങളും ശാസ്ത്രങ്ങളിലും മറ്റും ഇല്ല. അതിനാലാണ് ലോകർ പ്രകോപിതരാകുന്നത്. ഇവർ ശാസ്ത്രങ്ങളെ മാനിക്കുന്നില്ല എന്ന് പറയുന്നു.
സാധു സന്യാസിമാരും മറ്റും ഗംഗയിൽ പോയി സ്നാനം ചെയ്യുന്നു. അപ്പോൾ പാവനമായി മാറിയോ? തിരികെ ആർക്കും പോകുവാൻ സാധിക്കുന്നില്ല. എല്ലാവരും അവസാനം പോകും. വെട്ടുകിളികളുടെ കൂട്ടമോ ഈച്ചകളുടെ കൂട്ടമോ പോകുന്നത് പോലെ ഈച്ചകളിലും ക്വീനുണ്ട്. അതിനും പിന്നാലെ എല്ലാവരും പോകുന്നു. ബാബയും പോകും. അപ്പോൾ ആ ഒന്നിൻ്റെ പിന്നാലെ എല്ലാ ആത്മാക്കളും പോകും. മൂലവചനത്തിലും ഏതുപോലെ എല്ലാ ആത്മാക്കളുടെയും കൂട്ടമുണ്ട്. ഇവിടെ പിന്നെ ഉള്ളത് എല്ലാ മനുഷ്യരുടെയും കൂട്ടമാണ്. അപ്പോൾ ഈ കൂട്ടത്തിനും ഒരു ദിവസം ഓടിപ്പോകണം. ബാബ വന്ന് എല്ലാ ആത്മാക്കളെയും കൊണ്ടുപോകുന്നു. ശിവന്റെ ഘോഷയാത്ര പാടപ്പെട്ടിട്ടുണ്ട്. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാലും പെൺകുട്ടികൾ എന്ന് പറഞ്ഞാലും ബാബ വന്ന് കുട്ടികളെ ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നു. പവിത്രമാകാതെ ആത്മാവിന് വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. എപ്പോഴാണോ പവിത്രമായി മാറുന്നത് അപ്പോൾ ആദ്യം ശാന്തിധാമത്തിലേക്ക് പോകും. പിന്നെ അവിടെ നിന്നും പതുക്കെ പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. രാജധാനി ഉണ്ടാകണമല്ലോ. എല്ലാവരും ഒരുമിച്ച് വരുന്നില്ല. വൃക്ഷം പതുക്കെ പതുക്കെയാണല്ലോ അഭിവൃദ്ധി പ്രാപിക്കുന്നത്. ആദ്യം ആദ്യ സനാതന ദേവീ ദേവതാ ധർമ്മമാണ്. അത് ബാബ സ്ഥാപിക്കുന്നു. ആർക്കാണോ ദേവതയാകേണ്ടത് അവർ തന്നെയാണ് ആദ്യം ബ്രാഹ്മണനും ആകുന്നത്. പ്രജാപിത ബ്രഹ്മാവുണ്ടല്ലോ. പ്രജയിലും സഹോദരി സഹോദരന്മാർ ഉണ്ടാകും. ബ്രഹ്മകുമാർ കുമാരിമാരാണെങ്കിൽ ഇവിടെ അനേകം പേരാകുന്നു. തീർച്ചയായും നിശ്ചയബുദ്ധി ആയിരിക്കും. അതിനാലാണ് ഇത്രയും അനേകം മാർക്സ് നേടുന്നത്. നിങ്ങളിലും ആരാണോ പക്വമായവർ അവർ അവിടെ ആദ്യം വരുന്നു. അപക്വമായവർ പിന്നാലെ തന്നെയാണ് വരുന്നത്. മൂലവതനത്തിൽ എല്ലാ ആത്മാക്കളും വസിക്കുന്നു. പിന്നെ താഴെ വരുന്നു. അപ്പോൾ അഭിവൃദ്ധി ഉണ്ടാകുന്നു. ശരീരമില്ലാതെ ആത്മാവ് എങ്ങനെ പാർട്ട് അഭിനയിക്കും? ഇത് പാർട്ടുധാരികളുടെ ലോകമാണ്. അത് 4 യുഗങ്ങളിലും തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യയുഗത്തിൽ നമ്മൾ തന്നെ ദേവതയായിരുന്നു. പിന്നെ ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനുമാകുന്നു. ഇപ്പോൾ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ബാബ വരുന്ന ഇപ്പോൾ തന്നെയാണ് ഈ യുഗം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത നോളജ് പരിധിയില്ലാത്ത ബാബ തന്നെയാണ് നൽകുന്നത്. ശിവ് ബാബയ്ക്ക് തൻ്റെ ശരീരത്തിൻ്റെ ഏതെങ്കിലും നാമമില്ല. ഈ ശരീരം ഈ ദാദയുടേതാണ്. ബാബ അല്പസമയത്തേക്ക് വേണ്ടി ഇത് ലോൺ എടുത്തിരിക്കുകയാണ്. ബാബ പറയുന്നു, എനിക്ക് നിങ്ങളോട് സംസാരിക്കുന്നതിനായി വായ് ആവശ്യമാണല്ലോ. വായ് ഇല്ലെങ്കിൽ ബാബയ്ക്ക് കുട്ടികളോട് സംസാരിക്കാൻ പോലും സാധിക്കില്ല. പിന്നെ പരിധിയില്ലാത്ത നോളജും ഈ വായിലൂടെ കേൾപ്പിക്കുന്നു. അതിനാൽ ഇതിനെ ഗൗമുഖം എന്നും പറയുന്നു. പർവ്വതങ്ങളിൽ നിന്നും ജലം എവിടെ നിന്നും പുറത്തു വന്നേക്കാം. പിന്നെ ഇവിടെ ഗോമുഖം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിലും നിന്നും ജലം വരുന്നു. അവർ പിന്നെ ഗംഗാജലമായി മനസ്സിലാക്കി കുടിക്കുന്നു. പിന്നെ ആ ജലത്തിന് എത്ര മഹത്വം കൽപ്പിക്കുന്നു. ഈ ലോകത്തിൽ എല്ലാം അസത്യമാണ്. സത്യം ഒരു ബാബ തന്നെയാണ് കേൾപ്പിക്കുന്നത്. പിന്നെ ആ അസത്യ മനുഷ്യർ ബാബയുടെ ഈ നോളജിനെ അസത്യമായി മനസ്സിലാക്കുന്നു. ഭാരതത്തിൽ എപ്പോഴാണോ സത്യയുഗം ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിനെ സത്യഖണ്ഡം എന്ന് പറയുമായിരുന്നു. പിന്നെ ഭാരതം തന്നെ പഴയതാകുന്നു. അപ്പോൾ ഓരോ കാര്യവും ഓരോ വസ്തുവും അസത്യമാകുന്നു. എത്ര വ്യത്യാസമുണ്ടാകുന്നു. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ എത്ര ഗ്ലാനി ചെയ്യുന്നു. സർവ്വവ്യാപി എന്ന് പറഞ്ഞ് എത്ര ഇൻസൾട്ട് ചെയ്തു. ശിവ് ബാബയെ വിളിക്കുന്നത് തന്നെ ഈ പഴയ ലോകത്തിൽ നിന്നും കൊണ്ടുപോകൂ എന്നാണ്. ബാബ പറയുന്നു, എൻ്റെ എല്ലാ കുട്ടികളും കാമചിതയിൽ കയറി ദരിദ്രമായി മാറിയിരിക്കുകയാണ്. ബാബ കുട്ടികളോട് പറയുന്നു,
നിങ്ങൾ സ്വർഗത്തിൻ്റെ അധികാരിയായിരുന്നുവല്ലോ. സ്മൃതി വരുന്നുണ്ടോ? കുട്ടികൾക്ക് മാത്രമാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. മുഴുവൻ ലോകത്തിനെയും മനസ്സിലാക്കിക്കുകയില്ല. കുട്ടികൾ മാത്രമാണ് ബാബയെ മനസ്സിലാക്കുന്നത്. ലോകം ഈ കാര്യങ്ങൾ എന്തറിയുവാനാണ്? ഏറ്റവും വലിയ മുള്ളാണ് കാമത്തിൻ്റേത്. പേര് തന്നെ പതീത ലോകം എന്നാണ്. സത്യുഗം 100% പവിത്ര ലോകമാണ്. മനുഷ്യർ തന്നെയാണ് പവിത്ര ദേവതമാരുടെ മുന്നിൽ പോയി നമിക്കുന്നത്. വെജിറ്റേറിയനായ ധാരാളം ഭക്തരുണ്ട്, എങ്കിലും വികാരത്തിൽ പോകുന്നില്ല എന്നല്ല. ഇങ്ങനെ ധാരാളം ബാലബ്രഹ്മചാരിയും കഴിയുന്നു. ബാല്യം മുതലേ ഒരിക്കലും മോശമായ ഭക്ഷണവും മറ്റും കഴിക്കുന്നില്ല. സന്യാസിമാരും നിർവികാരിയാകൂ എന്ന് പറയുന്നു. വീടും കുടുംബവും സന്യസിക്കുന്നു. പിന്നെ അടുത്ത ജന്മത്തിൽ ഏതെങ്കിലും ഗൃഹസ്ഥയുടെ അടുക്കൽ ജന്മമെടുത്ത് വീണ്ടും വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. എന്നാൽ പതീതത്തിൽ നിന്നും പാവനമാകുവാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. പതീത പാവനായ ബാബയുടെ ശ്രീമത്തില്ലാതെ ആർക്കും പതീതത്തിൽ നിന്നും പാവനമാകുവാൻ സാധിക്കില്ല. ഭക്തി ഇറങ്ങുന്ന കലയുടെ മാർഗമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ പാവനമാകും? പാവനമായെങ്കിൽ വീട്ടിലേക്ക് പോയേനെ, സ്വർഗത്തിൽ വന്നേനെ. സത്യയുഗി ദേവീ ദേവതമാർ എപ്പോഴെങ്കിലും വീടും കുടുംബവും ഉപേക്ഷിക്കുന്നുണ്ടോ? അവരുടേത് പരിധിയുള്ള സന്യാസമാണ്. നിങ്ങളുടേത് പരിധിയില്ലാത്ത സന്യാസമാണ്. മുഴുവൻ ലോകത്തിൻ്റെയും മിത്രസംബന്ധികൾ തുടങ്ങി എല്ലാത്തിൻ്റെയും സന്യാസം. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ സ്വർഗത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി സ്വർഗത്തിൻ്റെ നേർക്കാണ്. മനുഷ്യരാണെങ്കിൽ നരകത്തിൽ തന്നെ തൂങ്ങിക്കിടക്കുകയാണ്. കുട്ടികളായ നിങ്ങൾ പിന്നെ ബാബയുടെ ഓർമ്മയിൽ തൂങ്ങിക്കിടക്കുകയാണ്. നിങ്ങളെ ശീതള ദേവിമാർ ആക്കുന്നതിനായി ജ്ഞാനചിതയിൽ ഇരുത്തുന്നു. ശീതളം എന്ന വാക്കിൻ്റെ എഗെയിൻസ്റ്റാണ് താപം. നിങ്ങളുടെ നാമം തന്നെ ശീതള ദേവി എന്നാണ്. ഒരാൾ ആയിരിക്കുകയില്ലല്ലോ, തീർച്ചയായും ധാരാളം പേരുണ്ടാകും. അവർ ഭാരതത്തെ ശീതളമാക്കി മാറ്റി. ഈ സമയത്ത് എല്ലാവരും കാമചിതയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ നാമം ശീതള ദേവിമാർ എന്നാണ്. നിങ്ങൾ ശീതളമാക്കുന്ന തണുത്ത തുള്ളികൾ തളിക്കുന്ന ദേവിമാരാണ്. തുള്ളികൾ തളിക്കുവാൻ പോകുന്നുവല്ലോ. ഇതാണ് ജ്ഞാനത്തിൻ്റെ തുള്ളികൾ. അത് ആത്മാവിൻ്റെ മേൽ തളിക്കുന്നു. ആത്മാവ് പവിത്രമാകുന്നതിലൂടെ ശീതളമായി മാറുന്നു. ഈ സമയത്ത് മുഴുവൻ ലോകവും കാമചിതയിൽ കയറി കറുത്തുപോയിരിക്കുകയാണ്. ഇപ്പോൾ കലശം ലഭിക്കുന്നത് കുട്ടികളായ നിങ്ങൾക്കാണ്. കലശത്തിലൂടെ നിങ്ങൾ സ്വയവും ശീതളമാകുന്നു, മറ്റുള്ളവരെയും ആക്കുന്നു. ഇദ്ദേഹവും ശീതളമായിരിക്കുകയാണല്ലോ. രണ്ടുപേരും ഒരുമിച്ചാണ്. വീടും കുടുംബവും ഉപേക്ഷിക്കുന്നതിൻ്റെ കാര്യമേയില്ല. എന്നാൽ ഗോശാല നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചിലർ വീടും കുടുംബവും ഉപേക്ഷിച്ചിട്ടുണ്ടാകും. എന്തിനു വേണ്ടി? ജ്ഞാനചിതയിലിരുന്ന് ശീതളമാകുന്നതിനു വേണ്ടി. എപ്പോഴാണോ നിങ്ങൾ ഇവിടെ ശീതളമാകുന്നത്, അപ്പോൾ തന്നെയാണ് നിങ്ങൾക്ക് ദേവതയാകുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയോഗം പഴയ വീടിൻ്റെ നേർക്ക് പോകുവാൻ പാടില്ല. ബാബയുടെ കൂടെ ബുദ്ധി തൂങ്ങിക്കിടക്കട്ടെ. കാരണം നിങ്ങൾക്കേവർക്കും ബാബയുടെ അടുക്കൽ വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഞാൻ വഴികാട്ടിയായി വന്നിരിക്കുകയാണ് നിങ്ങളെ കൊണ്ടുപോകുന്നതിനായി. ഇത് ശിവശക്തി പാണ്ഡവ സേനയാണ്. നിങ്ങൾ ശിവനിൽ നിന്നും ശക്തി എടുക്കുന്നവരാണ്. ആ ഒന്ന് സർവശക്തിവാനാണ്. മനുഷ്യർ വിചാരിക്കുന്നു പരമാത്മാവിന് മരിച്ചവരെയും ജീവിപ്പിക്കാൻ സാധിക്കും എന്ന്.
പക്ഷേ ബാബു പറയുന്നു, ഓമന സന്താനങ്ങളെ, ഈ ഡ്രാമയിൽ ഓരോരുത്തർക്കും അനാദിയായ പാർട്ട് ലഭിച്ചിട്ടുണ്ട്. ഞാനും ക്രിയേറ്ററും ഡയറക്ടറും പ്രിൻസിപ്പൽ ആക്ടറുമാണ്. ഡ്രാമയിലെ പാർട്ടിന് എനിക്ക് യാതൊന്നും ചേഞ്ച് ചെയ്യുവാൻ സാധിക്കില്ല. മനുഷ്യർ വിചാരിക്കുന്നു ഓരോ ഇലയും പരമാത്മാവിൻ്റെ ആജ്ഞയിലൂടെയാണ് അനങ്ങുന്നത്. എന്നാൽ പരമാത്മാവ് സ്വയം പറയുന്നു, ഞാനും ഡ്രാമയ്ക്ക് അധീനമാണ്, ഇതിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ആജ്ഞയിലൂടെ ഇലകൾ അനങ്ങും എന്നൊന്നുമല്ല. സർവവ്യാപിയാണെന്ന ജ്ഞാനം ഭാരതവാസികളെ തീർത്തും ദരിദ്രമാക്കി മാറ്റിയിരിക്കുകയാണ്. ബാബയുടെ ജ്ഞാനത്തിലൂടെ ഭാരതം വീണ്ടും കിരീടധാരിയാകുന്നു. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം. സൂര്യവംശത്തിൽ ആദ്യം വരുന്നതിനായി നിശ്ചയബുദ്ധിയായി ഫുൾ മാർക്സ് നേടണം. ഉറച്ച ബ്രാഹ്മണൻ ആകണം. പരിധിയില്ലാത്ത നോളജ് സ്മൃതിയിൽ വയ്ക്കണം. ജ്ഞാനചിതയിൽ ഇരുന്ന് ശീതളം, അതായത് പവിത്രമാകണം. ജ്ഞാനത്തിലൂടെയും യോഗത്തിലൂടെയും കാമത്തിൻ്റെ താപം സമാപ്തമാക്കണം. ബുദ്ധിയോഗം സദാ ഒരു ബാബയുടെ നേർക്ക് തൂങ്ങിക്കിടക്കട്ടെ. വരദാനം. ബ്രാഹ്മണ ജീവിതത്തിൽ ശ്രേഷ്ഠ സ്ഥിതിയാകുന്ന മെഡൽ പ്രാപ്തമാക്കുന്ന ദുഃഖമില്ലാപുരിയിലെ ചക്രവർത്തിയായി ഭവിക്കട്ടെ. താങ്കളേവരും തൻ്റെ സ്വസ്ഥിതി നല്ലതിലും നല്ലതാക്കുന്നതിനു വേണ്ടി തന്നെയാണ് ബ്രാഹ്മണർ ആയിരിക്കുന്നത്. ബ്രാഹ്മണ ജീവിതത്തിൽ ശ്രേഷ്ഠ സ്ഥിതി തന്നെയാണ് താങ്കളുടെ പ്രോപ്പർട്ടി. ഇതുതന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ മെഡൽ. ആരാണോ ഈ മെഡൽ പ്രാപ്തമാക്കുന്നത് അവർ സദാ അചഞ്ചലവും ആടാത്തവരും ഏകരസ സ്ഥിതിയിലും ഇരിക്കുന്നു. സദാ നിശ്ചിന്തവും ദുഃഖമില്ലാപുരിയിലെ ചക്രവർത്തിയും ആകുന്നു. അവർ സർവ ഇച്ഛകളിൽ നിന്നും മുക്തമായി ഇച്ഛാമാത്രം അവിദ്യാസ്വരൂപം ആകുന്നു. സ്ലോഗൻ. മുറിയാത്ത നിശ്ചയത്തിലൂടെയും ലഹരിയിലൂടെയും എൻ്റെ ബാബ എന്ന് പറയൂ. അപ്പോൾ മായയ്ക്ക് സമീപത്ത് പോലും വരുവാൻ സാധിക്കില്ല. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകത്തിൽ തിളങ്ങുന്ന പവിത്ര നക്ഷത്രത്തിൽ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. ഈ പവിത്ര സ്വരൂപസ്ഥിതിയിൽ ഏകാഗ്രതയോടെ സ്ഥിതി ചെയ്യുമ്പോൾ സ്വതവേയും സഹജമായും പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവം എനിക്കുണ്ടാകുന്നു. പവിത്രതയുടെ സാഗരമായ പരമാത്മാവിൽ നിന്നും ശക്തിശാലി പവിത്ര കിരണങ്ങൾ എന്നിൽ നിറയുന്നു.
പവിത്രതയുടെ സൂര്യനെ പോലെ മുഴുവൻ വിശ്വത്തിലേക്കും പരമാത്മാ പവിത്രതയുടെ ശക്തിശാലി കിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു. മുഴുവൻ വിശ്വത്തിലെയും വായുമണ്ഡലം പരമാത്മാ പവിത്രതയാൽ സ്വച്ഛമാകുന്നു. ഏതൊരു അശുദ്ധിയാണോ മനുഷ്യാത്മാക്കളെ ഭയഭീതിയിൽ ആഴ്ത്തുന്നത്, ഏതൊരു അശുദ്ധിയാണോ അവരെ അശാന്തരും ദുഃഖിതരും ആക്കുന്നത്, ആ അശുദ്ധിയെ ഈ പവിത്ര കിരണങ്ങൾ ഇല്ലായ്മ ചെയ്യട്ടെ. പരമാത്മാ പവിത്രതയുടെ ശക്തിയാൽ ശാന്തിയുടെയും സന്തോഷത്തിൻ്റെയും അന്തരീക്ഷം മുഴുവൻ ലോകത്തിലും സൃഷ്ടിക്കപ്പെടട്ടെ.